ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബൈക്കിൻ്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ബൈക്കിനെ കുറിച്ച് ഇന്ന് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട്. ഞാൻ വെറും സ്കൂട്ടി എന്ന് പറഞ്ഞാൽ ഗിയർ ഇല്ലാത്ത വണ്ടിയാണ് സ്കൂട്ടി. അപ്പോൾ ഗിയർ ഇല്ലാത്ത വണ്ടി ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ തന്നെ ഏകദേശം ഒരു 100-150 വീഡിയോളം ഞാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബൈക്കിൻ്റെ വീഡിയോ ഇടുകയാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഇടേണ്ടി വരും. അപ്പം ബൈക്കിനെ നമുക്ക് കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ട്. അത് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഗിയർ എങ്ങനെ നമുക്ക് മാറ്റാം എന്നുള്ളതിനെ കുറിച്ചാണ്. ബൈക്കിൽ നമ്മൾ എങ്ങനെ ഗിയർ മാറ്റാം, വേറെ വേറെ വണ്ടിയാകുമ്പോൾ വേറെ വേറെ രീതിയിലായിരിക്കും അല്ലേടാ? അതെ. അപ്പോൾ അങ്ങനെ ആയിരിക്കും. പക്ഷെ ഞാൻ ബൈക്ക് ഓടിക്കാറില്ല, അതുകൊണ്ട്. പക്ഷെ ഓടിക്കാൻ അറിയാം, പക്ഷെ ഞാൻ ഓടിക്കാറില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് വിശദമായിട്ട് ഗിയറിനെ പറ്റി വിശദമായിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോ ബൈക്കിൻ്റെ ഓരോ കാര്യങ്ങളെ കുറിച്ചുള്ള ഓരോ ടോപ്പിക്കും അല്ലേ, അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഓരോ വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ എന്താ പറയണ്ടേ, അപ്പോൾ ഇത് എൻ്റെ അനിയനാണ്. എൻ്റെ അനിയനൊരു ചാനലുണ്ട്. അപ്പം അതിൻ്റെ ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ തുടങ്ങാം, എങ്ങനെ തുടങ്ങാം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ്. ആരെങ്കിലും യൂട്യൂബ് ചാനൽ പുതുതായിട്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാനലൊന്ന് കാണുക, എന്നിട്ട് അവിടെ പോയി ഒന്ന് നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതൊക്കെ ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്താൽ കേട്ടോ. പാവം ഒന്ന് രക്ഷപ്പെട്ടോട്ടെ അല്ലേടാ? മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ല, വ്യൂസ് കുറവാണ്. അപ്പം നിങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ അപ്പം എൻ്റെ ഈ വീഡിയോ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടന്നാലോ? പോവാം. അപ്പം ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ബൈക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബജാജിൻ്റെ ഡിസ്കവർ അല്ലേ? ഡിസ്കവർ ബൈക്കിനെ പറ്റിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഓരോ ബൈക്കിൻ്റെ കമ്പനീനെ മാറ്റത്തിനനുസരിച്ച് വേറെ വേറെ കമ്പനി ആകുമ്പോഴത്തേക്കിനും വേറെ വേറെ രീതിയിലായിരിക്കും, വേറെ വേറെ രീതിയിലായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ ഗിയറൊക്കെ വേറെ വേറെ രീതിയിലായിരിക്കും ഉണ്ടാവുക. ഞാൻ ഇതിന് മുന്നേ ഒരു 2-3 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ശ്രീഹരിനെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന ബൈക്ക് എന്ന് വെച്ചാൽ സ്പ്ലെൻഡറാണ്. അപ്പം ആ സ്പ്ലെൻഡറിന് നമ്മൾ ഗിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാം ബാക്കോട്ടാണ്, ഇങ്ങനെ തട്ടിക്കൊണ്ട് പോകുന്നത് ബാക്ക് സൈഡിലേക്കാണ്. പക്ഷെ ഇതിൻ്റെ ബജാജിൻ്റെ എങ്ങനെയാ മുന്നോട്ടാണ്, ഫസ്റ്റ് സെക്കൻഡ് അതുപോലെ മുന്നോട്ട് ആക്കുന്നത്. ഇതൊന്ന് ഫസ്റ്റ് കാണിച്ചു കൊടുക്കണം. അപ്പോൾ എപ്പോഴും നമ്മൾ ഗിയർ ഇടുമ്പോൾ നമ്മൾ ക്ലച്ച് പിടിക്കണ്ടേ? ക്ലച്ച് ഫുള്ളായിട്ട് പിടിക്കുക, എന്നിട്ട് വേണം നമ്മൾ ഗിയർ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു മിനിറ്റ്, നീ വണ്ടി സ്റ്റാർട്ട് ചെയ്യണ്ട, നീ ഒന്ന് ഗിയർ മാറ്റി കൊടുക്കുക, കാണിച്ചു കൊടുക്കുക അവർക്ക്. ഇപ്പോൾ ഏത് ന്യൂട്രൽ ഇടുന്നത് എങ്ങനെ? ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവും? വണ്ടി അതെ, നമ്മൾ ഇത് ആക്സിലേറ്റർ കൊടുത്തില്ലെങ്കിലും ക്ലച്ച് വിട്ടാലും വണ്ടി മൂവ് ചെയ്യില്ല. അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഗിയറിലാണോ വണ്ടി ഉള്ളത് അല്ല ന്യൂട്രലാണോ വണ്ടി ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇപ്പം നീ ഒന്ന് വണ്ടി ഓഫാക്കിയതിന് ശേഷം നീ ഒന്ന് ഫസ്റ്റ് ഗിയറിലിട്ടെ. ഫസ്റ്റ് ഗിയറിലിട്ടു, ഓണാക്കണ്ട, സ്റ്റാർട്ട് ചെയ്യണ്ട. എന്നിട്ട് ക്ലച്ച് വിട്ടിട്ട് വണ്ടി ഒന്ന് തള്ളി നോക്കിയേ, പോകില്ല. അപ്പം അതാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഗിയറിൻ്റെ പറ്റി മനസ്സിലാക്കാനുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഈ ന്യൂട്രൽ എങ്ങനെ നിങ്ങൾക്ക് ഇടേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട രീതി ഇങ്ങനെയാണ്. അപ്പം നിങ്ങൾക്ക് ന്യൂട്രലാക്കിയാൽ മാത്രമേ വണ്ടി നിങ്ങൾക്ക് ചവിട്ടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വണ്ടി മുന്നോട്ട് പോവില്ല. ഇപ്പോൾ ഇത് ഫസ്റ്റ് ഗിയറിലാണ് ഉള്ളത് അല്ലേടാ? അതുകൊണ്ട് ഇപ്പം കാലുകൊണ്ട് തള്ളി കൊടുത്തു കഴിഞ്ഞാലും വണ്ടി പോവില്ല, മൂവ് ചെയ്യില്ല. അപ്പം ഇവിടെ ന്യൂട്രലാക്കി കണ്ടോ, ഇപ്പം ന്യൂട്രലായിട്ടുണ്ട്. ക്ലച്ച് പിടിക്കണ്ടേ? ക്ലച്ച് ഫുള്ള് പിടിക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ മറ്റേ കാറിൻ്റെ എല്ലാം അതേപോലെ ഇവിടെ ന്യൂട്രൽ നിങ്ങൾ കാണുന്നുണ്ടോ? ഇവിടെ കാണുന്നില്ല. ഇത് പഴയ വണ്ടി ആയതുകൊണ്ട്. ഇപ്പോൾ പുതിയ വണ്ടിക്ക് ന്യൂട്രലിൻ്റെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ലൈറ്റ് കത്തുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ച് പഴയ വണ്ടി ആയതുകൊണ്ട് അതിൻ്റെ ആ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് എല്ലാ നമുക്ക് അങ്ങനത്തെ കാണിക്കുന്നതല്ല നല്ലത്, ഏറ്റവും നല്ലത്. ന്യൂട്രൽ എന്ന് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. ഇപ്പോൾ ഇല്ലാത്ത വണ്ടി കാണിക്കുന്നതല്ല നല്ലത്. എല്ലാവർക്കും നല്ല പുതിയ വണ്ടി കാണിക്കാൻ പറ്റുമെന്ന് പറയാൻ കഴിയുമല്ലോ അല്ലേടാ? അപ്പോൾ പഴയ വണ്ടിയാണ് നല്ലത്. പിന്നെ പുതിയ വണ്ടി ഇവിടെ ഉണ്ട്, എൻ്റെ അനിയൻ്റെ വേറെ വണ്ടിയുണ്ട്. അതുകൊണ്ട് പക്ഷേ ആ പുതിയ വണ്ടിയിൽ കാണിക്കേണ്ട വെച്ചിട്ടാണ് പഴയ വണ്ടി കാണിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ വണ്ടി എടുത്തത്. പിന്നെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തോ,
വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെ, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് നോക്കുക, അത് നോക്കിയിട്ട് ഇത് നോക്കുക, ഈ വീഡിയോ നോക്കാൻ വേണ്ടിയിട്ട് വരിക. ഓക്കെ. എന്നിട്ട് ഫുള്ളായിട്ട് ക്ലച്ച് പിടിച്ചിട്ടുണ്ട്, ഫുള്ളായിട്ട് പിടിക്കുക, ഇതുപോലെ ഫുള്ളായിട്ട് ക്ലച്ച് പിടിക്കുക. എന്നിട്ട് ഒന്ന് ഗിയർ, എല്ലാ ഗിയർ മാറ്റി മെല്ലെ മെല്ലെ മാറ്റും കേട്ടോ. ഇതിപ്പോൾ ഫസ്റ്റ്, എന്നിട്ട് സെക്കൻഡിലേക്ക് മാറ്റിക്കോ. കുറച്ച് മൂവ് ചെയ്യണം. ഓക്കെ. അപ്പം മനസ്സിലായല്ലോ. ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്താൽ ഈ വണ്ടി കുറച്ചൊന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡിലേക്ക് മാറുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് തേർഡ് കുറച്ച് മൂവ് ചെയ്യുക, രണ്ടാമത് പിടിച്ചിട്ട് ഓക്കെ. അതുകൊണ്ട് ടിക്ക് 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 എന്നൊരു സൗണ്ട് കേൾക്കും. ആ സൗണ്ടിൽ നിങ്ങൾക്ക് മാറ്റിക്കൊടുക്കുക. ഇതിൽ എത്ര ഗിയറാണുള്ളത്? ഫസ്റ്റ്, സെക്കൻഡ്, 5 ഗിയറാണോ? അപ്പോൾ അഞ്ചാമത്തത് ടോപ്പ് സ്പീഡ്. അത് നല്ല സ്പീഡിൽ പോകുന്നുണ്ടെങ്കിൽ മാത്രം മാറ്റി കൊടുത്താൽ മതി. അപ്പം അങ്ങനെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ടോപ്പ്, അങ്ങനെ 5 ഗിയർ. പിന്നെ വേറെ ന്യൂട്രൽ. അപ്പോൾ അങ്ങനെയാണ് വണ്ടിയുടെ ഗിയറിൻ്റെ സിസ്റ്റം. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ വണ്ടി ഇതിപ്പോൾ ഇത് ഫുള്ളായിട്ട് ക്ലച്ച് പിടിച്ചിട്ടുണ്ട്. ഈ ക്ലച്ച് പെട്ടെന്ന് വിട്ട് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് വിട്ട് കഴിയണം, വണ്ടി ഓഫ് ആവൂലേ? ഒന്ന് ജസ്റ്റ് വിട്ടേ കേട്ടോ. അപ്പോൾ ക്ലച്ച് അങ്ങനെ വിട്ട് കൊടുക്കുമ്പോൾ വണ്ടി ഓഫ് ആവും. അപ്പോൾ എപ്പോഴും ഗിയറിൽ ഏത് ഗിയറാണോ, ന്യൂട്രൽ വിട്ടിട്ട് ഏത് ഗിയറിലുണ്ടെങ്കിലും ക്ലച്ച് വിട്ട് കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആവും. അല്ല, ഒരു തുള്ളിയിട്ട് വണ്ടി അവിടെ ഓഫ് ആവും. ഓക്കെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതാണ്. ഇത് നിങ്ങൾ വണ്ടി ഉള്ളത് ന്യൂട്രലാണോ അതോ ഗിയറിലാണോ എന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കിനും നിങ്ങൾ ക്ലച്ച് മെല്ലെ മെല്ലെ വിട്ടു കൊടുക്കുക. അപ്പം വണ്ടി മൂവ് ചെയ്യും അല്ലേ? ആക്സിലേറ്റർ കൊടുക്കാതെ തന്നെ വണ്ടി മൂവ് ആവില്ലേ? മൂവ് ആവും. അപ്പോൾ നമ്മൾ ന്യൂട്രലാണെങ്കിൽ വണ്ടി ഇത് മൂവ് ആവില്ല. നമുക്ക് ക്ലച്ച് നല്ല രീതിയിൽ വിട്ടു കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. അതാണ് നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യം. എങ്ങനെ കിക്ക്, അതാണ്, അത് പറയാൻ വിട്ടുപോയിട്ടാ. കിക്ക് സ്റ്റാർട്ട്, അത് നമ്മൾ കിക്കർ ചവിട്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാനിവിടെ നീ കിക്കർ ചവിട്ടിട്ട് സ്റ്റാർട്ട് ചെയ്താ അല്ലല്ല, വണ്ടി ന്യൂട്രലാക്കാം. കണ്ടോ? അങ്ങനെ അങ്ങനെ ചെയ്യാം. ന്യൂട്രലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് കിക്കർ അടിക്കാൻ പറ്റുള്ളൂ അല്ലേ? കിക്കർ അല്ലെങ്കിൽ ഇത് കിക്കർ ആവില്ലല്ലോ, ഭയങ്കര പമ്പിങ് വരില്ലേ, ടൈറ്റായിട്ട് വരില്ലേ? ആവില്ലല്ലേ? ആവില്ല അല്ലേ? അപ്പം അതുകൊണ്ട് കിക്കർ അടിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ന്യൂട്രൽ ആണോ ഇല്ലയോ എന്ന് ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓഫ് ആയി. ഷെൽഫ് അടിച്ചത് അല്ലേ? ഫസ്റ്റിലിട്ടിട്ട് ക്ലച്ച് പിടിച്ചാലും പ്രശ്നമൊന്നുമില്ല. പ്രശ്നമൊന്നുമില്ല. പക്ഷെ കിക്കർ ന്യൂട്രൽ തന്നെ ആക്കാം. ന്യൂട്രൽ ആക്കിയതിന് ശേഷം മാത്രമേ കിക്കറിൽ അടിക്കാൻ പറ്റുള്ളൂ. എന്നാലേ നമുക്ക് വണ്ടി നല്ല രീതിയിൽ സ്റ്റാർട്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം വണ്ടി ഓഫ് ചെയ്തോ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായല്ലോ. ഇതിൻ്റെ ഇപ്പോൾ ഗിയറിൻ്റെ സിസ്റ്റം എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഫുള്ളായിട്ടൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെപ്പറ്റി മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നോക്കുക, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞു വെച്ചാൽ ഇതിനിപ്പോൾ ഞാൻ ഗിയറിൻ്റെ മാത്രം. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ വണ്ടി ബജാജാണ്, ബജാജിൻ്റെ ഡിസ്കവർ വണ്ടിയാണ്. പക്ഷെ ബജാജിൻ്റെ വണ്ടി തന്നെ ഇതേ ആയിരിക്കും ബജാജിൻ്റെ എല്ലാ വണ്ടിക്കും ഗിയർ ഇതേപോലെ ആയിരിക്കും? മാറ്റം ഉണ്ടല്ലോ, പുതിയ മോഡൽ വണ്ടിക്ക് മാറ്റം വരും. അപ്പോൾ അതേപോലെ തന്നെ പഴയ വണ്ടിയാണെങ്കിലും ബജാജിന്റെ ഇതേപോലെ ആയിരിക്കും. പക്ഷേ ഇപ്പൊ ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ അതെ അതുപോലെ ആയിരിക്കും. അല്ലാതെ വേറെ ടി വി എസിന്റെ ഉള്ളേ അതും അങ്ങനെ ഓരോ വണ്ടിയും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ആദ്യം നോക്കുക, ട്രയൽ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ വണ്ടി ഓടിക്കാൻ. ഇപ്പം ഞാൻ പറഞ്ഞ രീതി ആയിരിക്കില്ല കേട്ടോ ഇന്നൊരു വണ്ടി എടുക്കുമ്പോൾ ഉള്ളത്. ഏകദേശം സ്കൂട്ടിയല്ല, ഏകദേശം എല്ലാം ഒരുപോലെ ആയതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാത്തത്. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ബൈക്കിൻ്റെ വീഡിയോയിലേക്ക് ഞാൻ പോകാത്തത്. പക്ഷേ ഇത് നിങ്ങൾക്ക് കുറേ പേർക്ക് റിക്വസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ബൈക്കിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയണം. എന്നാലേ എനിക്ക് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ പറയുക, താഴെ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യുക. ഇനി വേറൊരു ബൈക്കിൻ്റെ വേറൊരു പാർട്ടായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വരാം. അതുവരെയും ടേക്ക് കെയർ, ബൈ. ഒന്ന് ബൈ ആക്കിടാ.